വെൽക്കം ബാക്ക് ടു ബിഗ് ബോസ് മലയാളം സീസൺ 6. ഇന്നലത്തെ ലാലേട്ടൻ്റെ എപ്പിസോഡ് ലാലേട്ടൻ വന്നിട്ടിയതും തന്നെ മനുഷ്യത്വം എന്നുള്ളൊരു കാര്യം കൂടെ സംസാരിച്ചു. ആൻഡ് ലാസ്റ്റ് വീക്ക് വീട്ടിൽ എല്ലാവരും ഒരുപാട് പറഞ്ഞ വാക്കാണ് മനുഷ്യത്വമില്ല, ഒരു ഹ്യൂമാനിറ്റി ഇല്ല, മനുഷ്യപ്പറ്റില്ല, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ കുറേ പേര് പറഞ്ഞ് നമ്മൾ കേട്ടല്ലോ. അപ്പോൾ ലാലേട്ടൻ അത് അഡ്രസ്സ് ചെയ്ത് എല്ലാവരോടും ചോദിച്ചു ഹ്യൂമാനിറ്റി ഉണ്ടായിരുന്നു എന്ന്. ഏറ്റവും കൂടുതൽ ഹ്യൂമാനിറ്റി കാണിച്ചില്ല എന്ന് വീട്ടുകാരെല്ലാവരും പറഞ്ഞത് സിബിനെയാണ്. പിന്നെ ലാലേട്ടൻ നെക്സ്റ്റ് അഡ്രസ് ചെയ്ത കാര്യം എന്താണ്, ജാസ്മിൻ. അപ്പോൾ ജാസ്മിൻ മിണ്ടാതിരുന്നില്ലല്ലോ. ജാസ്മിനും പറഞ്ഞത് പറയണേന് എല്ലാത്തിനും തിരിച്ച് പറയുന്നുണ്ടല്ലോ, അതെ എന്ന് പറഞ്ഞ് സമ്മതിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ബാറ്ററി ചാർജിങ് ടാസ്ക് എന്നുള്ളൊരു ടാസ്ക് വെച്ചു. അതായത് 6 ബാറ്ററിയാണ് ഏറ്റവും വീക്ക് ആയിരിക്കുന്നത്, എന്തുകൊണ്ടാണ്, എങ്ങനെ ചാർജ് ചെയ്യണം എന്നുള്ളതും കൂടെ ഒരു ഹൗസ്മേറ്റ്, അതായത് ഒരാൾ ഇനി ഒരാളെ പറയണം എന്നുള്ളത് വെച്ച് അങ്ങനെ ഒരു ടാസ്ക് വെച്ചിട്ടുണ്ട്. അത് കുറച്ച് ലാഗ് അടിച്ച പോലെ നമുക്ക് ഫീലായി. പിന്നെ എന്താണ്, ജയിലിൽ കിടന്ന നൂറയും ജാസ്മിനും ചെയ്തത് ശരിയാണോ, റസ്മിൻ ബായ് ഫുഡ് കൊണ്ടുവന്ന് കൊടുത്തത് ശരിയാണോ എന്നൊക്കെ ചോദിച്ചു. ബിക്കോസ് ശരിയല്ല. പിന്നെ മാല കോർത്തത് ശരിയല്ല എന്നുള്ളത് പറഞ്ഞു. ക്യാപ്റ്റൻസി എങ്ങനെയുണ്ടായിരുന്നു ചോദിച്ചു. വേഴ്സ്റ്റ് ക്യാപ്റ്റൻ ആണ് എന്നുള്ളതാണ് എല്ലാവരും പറഞ്ഞത്. അട്ടർ ഫ്ലോപ്പ് ആയിരുന്നു, പപ്പറ്റ് ആയിരുന്നു സിബിൻ്റെ. അത് നമുക്ക് എല്ലാവർക്കും ഫീൽ ആയതാണ്. ജിൻറ്റോ ആസ് എ ക്യാപ്റ്റൻ he was not performing his job correctly. ഇനിയൊരാളുടെ നിർദ്ദേശപ്രകാരം ചെയ്തതാണല്ലോ ഈ ക്യാപ്റ്റൻസി. സോ അതുകൊണ്ട് നമുക്കും അത് ക്യാപ്റ്റൻസി വേഴ്സ്റ്റ് ആയിരുന്നു എന്നതാണ് നമ്മുടെ അഭിപ്രായം, അതായിരുന്നു വീട്ടുകാരുടെ അഭിപ്രായം. അപ്പോൾ അത് അങ്ങനെയായി. പിന്നെ ഹൈജീൻ്റെ കാര്യം സംസാരിച്ചു. ചെരുപ്പിട്ടിട്ട് വന്നില്ല, എന്തുകൊണ്ട് ചെരുപ്പിടുന്നില്ല എന്നാണ്. ജാസ്മിന് മാത്രം ഒരു ചെരുപ്പ് കൊടുത്തിട്ടുണ്ടായിരുന്നു, ചെരുപ്പിടണം എന്നുള്ളതും കൂടെ പറഞ്ഞു. ആൻഡ് എടാ പോടാ അങ്ങനെയൊന്നും വിളിക്കില്ല, കേൾക്കുമ്പോൾ നമുക്ക് എന്തോ പോലെയുണ്ട്, എല്ലാവരും പേര് വെച്ച് വിളിക്കൂ, കുറച്ച് ഡീസൻ്റ് ആയിട്ട് പെരുമാറും എന്നുള്ളതൊക്കെ കൂടെ ലാലേട്ടൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. മൊത്തത്തിൽ ഈ 1 വീക്ക് നമ്മൾക്ക് ഈ 1 hour ടെലികാസ്റ്റ് ചെയ്തതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ നോട്ടീസ് ചെയ്ത കാര്യങ്ങൾ, നമ്മളിങ്ങനെ എടുത്തു പറയുന്ന കാര്യങ്ങളുണ്ടല്ലോ, അതെല്ലാം ഒന്ന് അഡ്രസ്സ് ചെയ്തു എന്നുള്ളതാണ് അതിലൊരു കാര്യം. എല്ലാം കഴിഞ്ഞിട്ട് ലാലേട്ടൻ പിന്നെ എലിമിനേഷൻ ഇല്ല എന്ന് പറഞ്ഞു. അത് നമ്മൾക്ക് പിന്നെ അവസാനം എത്തിയപ്പോൾ നമുക്ക് തോന്നി എലിമിനേഷൻ ഉണ്ടാവില്ല. എലിമിനേഷനും കൂടെ വെക്കണമായിരുന്നു, 2 പേരെ എലിമിനേറ്റ് ചെയ്യണമായിരുന്നു, അപ്പോഴെല്ലാം ഒന്നും കൂടെ ചൂട് പിടിച്ചിട്ടുണ്ടാവുള്ളൂ എന്ന് തോന്നി. പിന്നെ ശ്രീരേഖന്റെയും സിബിന്റെയും ടാസ്ക് നല്ല ടാസ്ക്. നമ്മൾ കണ്ടില്ലല്ലോ, ഇതെന്താ നമുക്ക് കാണിക്കാത്തേന്ന് ഓർത്തതാ. പിന്നെ അത് അവർക്ക് കാണിക്കുന്ന പോലെ നമുക്കും അത് ടെലികാസ്റ്റ്. എന്താ അഭിനയം ശ്രീരേഖന്റെ, പറയാനില്ല. ഷീ വാസ് ലൈക്ക് വാവ്. ശരിക്കും നമുക്ക് കുറച്ചു നേരം കണ്ടല്ലോ, നമുക്കങ്ങനെ കൊള്ളും, അങ്ങനെ ഒരു ടാസ്ക് ആയിരുന്നു. അപ്പോൾ അതിന് അവർക്ക് 2 പേർക്കും ഷീൽഡ് കൊടുത്തു. ബെസ്റ്റ് ആക്ടർ ആൻഡ് ആക്ട്രസ് എന്നുള്ളതിൽ നല്ല ഷീൽഡ് കൊടുത്തിട്ടുണ്ടായിരുന്നു. ദാറ്റ് വാസ് വെരി ഗുഡ്. അങ്ങനത്തെ കുറേ സംഭവങ്ങളൊക്കെ നമുക്ക് കാണിക്കാം. അപ്പം നമുക്കും അവരുടെ ആക്ടിങ് സ്കിൽസും അവരുടെ സ്കിൽസൊക്കെ ടെലികാസ്റ്റ് ചെയ്യുന്ന പോലെയാണെങ്കിൽ കുറച്ചും കൂടെ ബെറ്റർ ആയിരുന്നു. എന്നും ഫൈറ്റ് ചെയ്യും, ഇവർക്ക് ഫൈറ്റിംഗ് സ്കിൽസ് മാത്രമേ ഉള്ളൂ എന്നുള്ളത് പോലെയായി ഇപ്പോഴത്തെ ബിഗ് ബോസ്. അല്ലാതെ ആക്ടിങ് സ്കിൽസോ അവരുടെ കഴിവോ. സിബിനൊക്കെ DJ പാട്ടേ പാടുന്നില്ല, അവിടെ കാറാണ്. ജാസ്മിൻ ബ്യൂട്ടി വ്ളോഗറാണ്. ജാസ്മിൻ കുറച്ച് ബ്യൂട്ടി ടിപ്സും, ഇങ്ങനെ ചെയ്യാം, ഇങ്ങനെ ചെയ്താൽ ഫേസ് ക്ലീൻ ആകും, പിമ്പിൾസ് പോകും, എന്തെങ്കിലുമൊക്കെ ചെറിയ ടിപ്സ് ഡെയിലിയും പറയാം. ഓരോരുത്തർക്ക് അങ്ങനെ ഓരോരോ കഴിവുണ്ടല്ലോ. സോ അതൊക്കെ പറഞ്ഞ് അതൊക്കെ നമുക്ക് കാണിക്കുന്നത് കുറച്ചും കൂടെ ബെറ്റർ ആയിരുന്നേനെന്ന് ഫീലായി. പിന്നെ ഇന്നലത്തെ എപ്പിസോഡിൽ ലാലേട്ടൻ ജാസ്മിനെ പൊക്കി പറഞ്ഞു എന്ന് കുറേ പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു, കുറേ റിവ്യൂവേഴ്സ് ഒക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മളത് കണ്ടു. ജാസ്മിനെ ഇങ്ങനെ ഭയങ്കരമായിട്ട് പൊക്കി പറയുന്നു, അത് മോശമാണ്, ഇത് തെറ്റാണ്, സിബിൻ ചെയ്തത് തെറ്റാണെങ്കിലും അങ്ങനെ പറയരുത് എന്നൊക്കെയായിരുന്നു. അതിനു വേണ്ടി ഇന്നലെ താഴ്ത്തി പറഞ്ഞപ്പോൾ അവർക്കൊക്കെ ഹാപ്പി ആയി കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. നോക്കാം നമുക്ക് എങ്ങനെ പോകുന്നു എന്നുള്ളത്. നല്ലത് ചെയ്യുമ്പോൾ പൊക്കി പറയണം, പിന്നെ അടുത്ത ദിവസം താഴ്ത്തണം, അതാണല്ലോ എല്ലാവരെയും ഒരാളെ പൊക്കി ഒരാളെ താഴ്ത്തിയിട്ട് കാര്യമില്ലല്ലോ, എല്ലാവരെയും പൊക്കിയും താഴ്ത്തിയും ഇടുമ്പോഴല്ലേ കറക്റ്റ് ആവുള്ളൂ. എല്ലാം കഴിഞ്ഞതിന് ശേഷം ജാസ്മിൻ ആൻഡ് ഗബ്രി ഒരുമിച്ച് ഇരുന്ന് സംസാരിച്ചപ്പോൾ ഗബ്രി പറഞ്ഞിട്ടുണ്ടായിരുന്നു ലാലേട്ടൻ ഈ ആഴ്ച വന്നിട്ട് എല്ലാ കാര്യങ്ങളും അഡ്രസ്സ് ചെയ്തു എന്ന് പറഞ്ഞപ്പോൾ ജാസ്മിൻ എന്നെ നിർത്തിപ്പൊരിച്ചു. നീ മര്യാദയ്ക്ക് നിന്നാൽ നിന്നെ നിർത്തിപ്പൊരിക്കില്ല, നീ പറയണത് കേട്ട് നിങ്ങൾ പൊരിക്കില്ല എന്ന് അവളോട് പറയുന്നതാണ് നമ്മൾ കണ്ടത്. ദാറ്റ് വാസ് റൈറ്റ്. ചെയ്യുന്നത് മിസ്റ്റേക്ക് ആണെങ്കിൽ അത് നമ്മൾ കറക്റ്റ് ചെയ്യുമ്പോഴല്ലേ നമ്മളെ ഒരാൾ ക്വസ്റ്റ്യൻ ചെയ്യാണ്ടിരിക്കുള്ളൂ എന്നുള്ളതും കൂടെ ഉണ്ടല്ലോ. നോക്കാം ഹൗ ഇറ്റ് ഗോസ്. ലെറ്റ്സ് സി. ഈ ആഴ്ചയെങ്കിലും ഒരു മാറ്റങ്ങൾ പ്രതീക്ഷിക്കുന്നു. കുറച്ചെങ്കിലും മാറി എല്ലാവരും അവരൊരു സ്കിൽസ് കാണിച്ച്, ഈ ഫൈറ്റിംഗ് സ്കിൽസ് നിർത്തി മതി. എല്ലാവരും ബെസ്റ്റാണ്, ഫൈറ്റിംഗ് സ്കിൽസിൽ വാവാണെന്നുള്ളത് നമുക്ക് മനസ്സിലായി. നെക്സ്റ്റ് അവരവരുടെ ടാലൻസ് കാണിക്കുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് വി ആർ ഹോപ്പിംഗ് ഫോർ ദിസ് വീക്ക്. 40
243 days ആയി, ഹാഫ് ഓഫ് ദ സീസൺ കഴിയാറായി, ഇനിയും ഈ ഫൈറ്റ് നിർത്തിയിട്ടില്ല എന്ന് പറയുമ്പോൾ എന്നുള്ളതാകാൻ തുടങ്ങി. ഒന്നും അങ്ങോട്ട് ടാസ്ക്, പിന്നെ കട്ടിക്കുള്ള ടാസ്ക് ഒന്നും ബിഗ് ബോസ് കൊടുക്കുന്നില്ല. ഇവരെ ഫൈറ്റ് ചെയ്യാൻ വിടണമെന്ന് തോന്നുന്നു. ബിഗ് ബോസ് കുറച്ച് കട്ടിക്കുള്ള ടാസ്ക് നമ്മൾ ഈ തമിഴ് സീസണിലൊക്കെ കണ്ടിട്ടില്ലേ, 16 hours ടാസ്ക്, 13 hours ടാസ്ക് ഒക്കെ ഇങ്ങനെ പോണത്, അങ്ങനത്തെയൊക്കെ കൊടുക്കണം. അപ്പോഴല്ലേ സർവൈവൽ ടാസ്ക്. അപ്പൊ സർവൈവ് ചെയ്യുമ്പോഴേ കുറച്ച് വായൊക്കെ ഒന്ന് ഒതുക്കിയിരിക്കണം. എന്താ വെച്ചാൽ കടന്ന് കാറിയാൽ പിന്നെ സർവൈവ് ചെയ്യാൻ പറ്റില്ലല്ലോ. അപ്പോൾ അതൊക്കെ ഒന്ന് ഒതുങ്ങി നിൽക്കുള്ളൂ. നോക്കാം how it goes. Let's see. Hope for the best. So keep watching Big Boss Malayalam season 6 in Disney+ Hotstar.